നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്പിളി ചേച്ചിയുടെ പൊസസീവ്നെസ് രഘുവേട്ടന് അറിയാവുന്നതല്ലേ? അപ്പൊ പിന്നെ രഘുവേട്ടന് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയാ എന്താ? എന്റെ മഞ്ചാടി, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് എന്തും പറയാം. പുറത്തിറങ്ങി ജോലി ചെയ്യുന്ന ആണുങ്ങൾക്ക് അവരുടേതായ പല കാര്യങ്ങളും ഉണ്ടാവും. വീട്ടുകാർക്ക് വേണ്ടി അതൊക്കെ മാറ്റി വെച്ച് ഒതുങ്ങി കൂടിയാലേ എത്രയും പെട്ടെന്ന് ബിസിനസ് ഒക്കെ പൂട്ടിക്കെട്ടി എന്നേക്കുമായിട്ട് വീട്ടിൽ എങ്ങനെ ഇരിക്കേണ്ടി വരും. അമ്മാവനകത്തുണ്ടോ? എനിക്ക് അമ്മാവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മാഷ് ഇവിടെ ഇല്ല രഘു. അമ്പിളിയുടെ പരാതി കേട്ടപ്പോ തന്നെ അദ്ദേഹം തലയ്ക്ക് കനം വെച്ച പോലെ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. വലിയ കഷ്ടമായി അമ്പിളിയുടെ കാര്യം. എന്നെ കൊണ്ട് നിങ്ങൾക്ക് അത്ര വലിയ കഷ്ടമാണെങ്കിലേ എന്നെ മോളെ നിങ്ങൾ അങ്ങ് ഒഴിവാക്കിയേക്ക്. ഞങ്ങൾ എങ്ങനെയെങ്കിലും പോയി ജീവിച്ചോളാം. എന്റെ അമ്പിളി, ദേവി നീ ഇല്ലാത്ത വിഷയങ്ങൾ പെരുപ്പിച്ച് കാണിക്കല്ലേ. ആ വിനയന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? നീ അവൻ പറയുന്നത് വിശ്വസിക്കാൻ തുടങ്ങിയാലേ നമ്മുടെ കുടുംബം തകർന്നു പോകും. വിനയൻ എന്നോട് എന്തു പറഞ്ഞു എന്നാ രഘുവേട്ടൻ വിചാരിക്കുന്നേ? അവൻ പറഞ്ഞതിൽ എന്തോ ഒരു വിഷയം ഉള്ളത് കൊണ്ടല്ലേ രഘുവേട്ടന് ഈ ടെൻഷൻ. വിനയന്റെ വാക്ക് കേട്ട് നിങ്ങളെ തള്ളിക്കളയാൻ മാത്രം വിഡ്ഢിയൊന്നും അല്ല അമ്പിളി. ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും കാലം കണ്ണും കാതും മനസ്സും തുറന്നു വെച്ച് ജീവിച്ചവളാ. ഇവിടെ എന്തെങ്കിലും ഒരു താളപ്പിഴ ഉണ്ടായാലേ അമ്പിളിക്ക് അത് മനസ്സിലാവും. എന്റെ മോളെ, ഇവിടെ നീ കരുതുന്ന പോലെ ഒരു താളപ്പിഴയും ഉണ്ടായിട്ടില്ല. കുറച്ചൊക്കെ നിന്റെ തോന്നലും പിന്നെ ആ വിനയന്റെ ഏഷണിയോ. അവന്റെ വാക്കിന് കാതു കൊടുക്കരുതെന്ന് ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ അമ്പിളി? ഭാനുമിക്കൊന്നും അറിയില്ല. നിങ്ങൾ ഞങ്ങളെയൊക്കെ അടുത്തറിയാൻ തുടങ്ങിയിട്ടേ എത്ര നാളായി കാണും. ഭാനുമെ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയ ശേഷമുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾക്കറിയൂ. ഈ രഘുവേട്ടനെ ഞാൻ ജനിച്ചപ്പോ തൊട്ട് കാണുന്നതാ. ഈ മനുഷ്യന്റെ ചെറുവിരലൊന്ന് അനങ്ങിയ പോലും അതെന്തിന്റെ തുടക്കമാണെന്ന് എനിക്കറിയാൻ പറ്റും. ഇപ്പൊ അമ്പിളി ചേച്ചി എന്താ പറഞ്ഞു വരുന്നേ? രഘുവേട്ടനൊരു മോശം മനുഷ്യനാണെന്നാണോ? അത് പറയാറായിട്ടില്ല. അങ്ങനൊരു അവസാന വാക്ക് പറയുന്നതിന് മുമ്പ് കുറച്ചു കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. എന്നെ കൊണ്ടത് പറയിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അമ്പിളി, ഞാനിപ്പോ എന്ത് വേണമെന്ന് നീ പറയുന്നേ? എങ്ങും പോലും ഞാൻ ഈ വീട്ടിനകത്ത് അടച്ചിരുന്നാലേ അതോടെ നിന്റെ പ്രശ്നം തീരുമെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. അടച്ചിരിക്കോ പറന്ന് നടക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ ഇനി നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരണ്ട. അവിടെ നിങ്ങളുടെ ആവശ്യവുമില്ല. ചീരുവിന്റെ അടുത്ത് ഇനി ഞാനും അനുപമയും ഉണ്ടാവും. പിന്നെ അച്ഛനും വിനയനും കാണുമല്ലോ. ഞങ്ങൾ മതി അവിടെ. ഇവൾക്കിത് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ വിനയൻ എന്തൊക്കെ പറഞ്ഞു കൊടുത്ത് അമ്പിളി വട്ടുപിടിപ്പിച്ചിരിക്കുക. ഭാനുമേ, നിങ്ങൾക്ക് അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. മഞ്ചാടി, ഇല്ലെങ്കിൽ ഇത് ഇവിടം കൊണ്ടൊന്നും തീരൂല.